പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 ട്രയൽ അലോട്ട്മെൻറ്റ് നേരത്തെ വരും. ഇഷ്ടപ്പെട്ട സ്കൂളിൽ കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കുമോ എന്ന് നോക്കി മനസ്സിലാക്കി ഉറപ്പിക്കുന്ന വിധം എങ്ങനെയാണ്? ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡേറ്റ് എന്നാണ്, അതുപോലെ തന്നെ ക്ലാസ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്നാണ് എന്നീ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായി മൊബൈലിൽ അത് പരിശോധിക്കാവുന്നതാണ്. അതെങ്ങനെ പരിശോധിക്കും എന്നതിൻ്റെ ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഏകദേശം 10 വർഷത്തോളമായി HSCAP എന്ന വെബ്സൈറ്റ് വഴി അലോട്ട്മെൻറ്റ് വഴിയാണ് +1 അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. 3-4 വർഷങ്ങൾക്ക് മുൻപ് വരെ എപ്പോഴാണ് ആപ്ലിക്കേഷൻ ആരംഭിക്കുക, അതുപോലെ തന്നെ എപ്പോഴാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, ട്രയൽ അലോട്ട്മെൻറ്റ് വരിക എന്ന് പ്രഖ്യാപിച്ച അതേ ഡേറ്റിലും സമയത്തുമാണ് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ വെബ്സൈറ്റിൽ വന്നിരുന്നത്. അങ്ങനെ മുൻകൂട്ടി പ്രഖ്യാപിച്ച ഡേറ്റിലും സമയത്തും കാര്യങ്ങൾ വെബ്സൈറ്റിൽ വരുന്നത് കൊണ്ട് എല്ലാവരും ഒരുമിച്ച് വെബ്സൈറ്റിലേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ആർക്കും വെബ്സൈറ്റിലേക്ക് കയറാൻ സാധിക്കാത്ത ഒരു ഹൈ ട്രാഫിക് ഉണ്ടാകുന്ന സാഹചര്യം മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സൈറ്റ് ഹാങ്ങായി ആർക്കും കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി 3 വർഷത്തോളമായി ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രഖ്യാപിച്ച ഡേറ്റിനും സമയത്തിനും മുൻപേ തന്നെ പ്രോസസ്സ് വെബ്സൈറ്റിൽ ആരംഭിക്കും. ഈ വർഷത്തെ ആപ്ലിക്കേഷൻ 22-ന് വൈകിട്ട് ആരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഏകദേശം 12 മണിക്കൂർ മുൻപേ തന്നെ ആരംഭിച്ച കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ്. അതുപോലെ തന്നെയായിരിക്കും ട്രയൽ അലോട്ട്മെൻറ്റും വരിക. ട്രയൽ അലോട്ട്മെൻറ്റ് 29-ന് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 28-ന് അർദ്ധരാത്രിയോടുകൂടി വരാനാണ് സാധ്യത. അങ്ങനെ നേരത്തെ ട്രയൽ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് അറിയുന്ന വിദ്യാർത്ഥികളെല്ലാം ആ ഒരു സമയത്ത് തന്നെ വെബ്സൈറ്റിൽ കയറും. അറിയാത്ത വിദ്യാർത്ഥികളൊക്കെ സാധാരണ പോലെ തന്നെ എപ്പോഴാണോ ടൈം പത്രങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് കയറും. അങ്ങനെ വരുമ്പോൾ ഒരു ഹൈ ട്രാഫിക് വെബ്സൈറ്റിൽ വരുന്നില്ല. എല്ലാവർക്കും പരിശോധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രകാരം ആർക്കും എവിടെയും അഡ്മിഷൻ ലഭിക്കുന്നതല്ല. നിങ്ങൾക്കുള്ള അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കാനുള്ള ഒരു പ്രോസസ്സാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. ആ ഒരു സമയത്ത് അഡ്മിഷന് വേണ്ടി നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. പുതിയ ഓപ്ഷൻ നൽകാം, പഴയത് ഡിലീറ്റ് ചെയ്യാം, നൽകിയതിൻ്റെ സ്ഥാനവും മാറ്റാൻ വേണ്ടി സാധിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും വരുന്നതിന് മുമ്പായി ഓപ്ഷനിൽ മാറ്റം വരുത്താനുള്ള അവസാനത്തെ അവസരമായിരിക്കും അത്. കൂടാതെ നിങ്ങൾ ആപ്ലിക്കേഷനിൽ വന്നു പോയിട്ടുള്ള തെറ്റുകൾ തിരുത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ക്ലബ്ബുകൾ ആഡ് ചെയ്യാം, ബോണസ് പോയിന്റ് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ആഡ് ചെയ്യാം. ഇതിനുള്ള അവസരമെല്ലാം ആ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിന് എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. കൂടാതെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് ഓരോ സ്കൂളിലും ഏതുവരെ റാങ്കിൽ ഉള്ളവർക്കാണ് അലോട്ട്മെൻറ്റ് നൽകിയത്, നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ 5-ാമത്തെ ഓപ്ഷനിലാണ് ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്ന് കരുതുക. എങ്കിൽ ആ വിദ്യാർത്ഥിക്ക് മുന്നിലുള്ള 4, 3, 2, 1 ആ ഓപ്ഷനുകളിൽ ആ സ്കൂളുകളിൽ ഏതുവരെ റാങ്കിലുള്ളവർക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്, ആ ഒരു വിദ്യാർത്ഥിക്ക് ആ സ്കൂളിലുള്ള റാങ്ക് എത്രയാണ് എന്നുള്ള കാര്യവും അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇങ്ങനെ ഓരോ സ്കൂളിലും നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനിൽ അവസാനമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചത് ഏത് റാങ്ക് വരെ ഉള്ളവർക്കാണ്, നിങ്ങൾക്കുള്ള റാങ്ക് എത്രയാണ് എന്ന കാര്യം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിയുകയാണ് എങ്കിൽ നിങ്ങൾക്കുള്ള അഡ്മിഷൻ സാധ്യത ഏറെക്കുറെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഒരു സ്കൂളിൽ 100 വരെ റാങ്കുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് അവസാനം അലോട്ട്മെൻറ്റ് നൽകിയിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ റാങ്ക് 250 അപ്പോൾ 150 വിദ്യാർത്ഥികൾക്ക് പിന്നിലാണ് നിങ്ങളുള്ളത്. അങ്ങനെയാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. അതായത് നിങ്ങളുടെ റാങ്കും അഡ്മിഷൻ അവസാനം ലഭിച്ച വിദ്യാർത്ഥിക്കുള്ള റാങ്കും തമ്മിൽ 100, 150, 200, 250 വരെ റാങ്കൊക്കെ വ്യത്യാസം ഉണ്ട് എങ്കിൽ പോലും അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് മുന്നിലുള്ള റാങ്കിലുള്ള പല വിദ്യാർത്ഥികളും മറ്റു പല സ്കൂളുകളിലും ഓപ്ഷൻ നൽകിയവരായിരിക്കും. അവർക്ക് അവിടങ്ങളിലേക്ക് ചിലപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടാവും. അവർ അവിടെ പോയി ജോയിൻ ചെയ്യും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാകുന്നതല്ല, പലരും പലയിടങ്ങളിലും ജോയിൻ ചെയ്തവരായിരിക്കും. അങ്ങനെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത വരുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നാൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 5/6/2024 വരിക. അതും അല്പം നേരത്തെ വരുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ 1-ാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ സ്കൂളിൽ പോയി സ്ഥിരമായിട്ട് ഫീ പേയ്മെൻറ്റ് നടത്തി ജോയിൻ ചെയ്യേണ്ടതാണ്.
അതല്ല അതിൻ്റെ മുകളിലുള്ള 2, 3 അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ അവർക്ക് താൽക്കാലിക അഡ്മിഷൻ എടുക്കാവുന്നതാണ്. താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്നവർ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടതില്ല. നിങ്ങൾ സർട്ടിഫിക്കറ്റ്സുകൾ എല്ലാം അവിടെ നൽകിയാൽ മതിയാകുന്നതാണ്. എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് അഡ്മിഷൻ സമയത്ത് നൽകേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇനി അതല്ല, ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ച ആ സീറ്റ് സ്കൂളിലെ സീറ്റ് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് നടത്തി അവിടെ സ്ഥിരമായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. താൽക്കാലികമായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ സ്കൂൾ മാറ്റം വരികയാണെങ്കിൽ, കോഴ്സ് മാറ്റം വരികയാണെങ്കിൽ അവിടെ പോയിട്ട് അവിടേക്ക് പോയി മാറി ജോയിൻ ചെയ്യൽ നിർബന്ധമാണ്. ആദ്യം ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി അവസാനമായി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് പ്രസിദ്ധീകരിച്ച ഷെഡ്യൂൾ പ്രകാരം 24/6 സ്കൂളുകളിൽ +1 ക്ലാസ്സുകൾ ആരംഭിക്കുക. വിവിധ കരിയർ, ഹയർ സ്റ്റഡി, അതുപോലെ തന്നെ സ്കോളർഷിപ്പുകൾ, ഇതുമായെല്ലാം ബന്ധപ്പെട്ട അപ്ഡേഷനുകളും ഡീറ്റെയിൽസുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി.